നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം. തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPM-ന്റെ ഏതാണ്ടൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. MV ഗോവിന്ദൻ പറഞ്ഞത് സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ പ്രാതിനിധ്യം നൽകിയത് യുവാക്കൾക്കാണ് എന്നാണ്. എന്നാൽ സോഷ്യൽ മീഡിയ അടക്കം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ യുവാക്കളുടെയൊക്കെ പ്രായം എത്രയാണ് എന്ന ചോദ്യം ഉയരുകയാണ്. നമുക്ക് സ്ഥാനാർത്ഥികളെ മൊത്തത്തിലൊന്ന് നോക്കാം. ആരാണ് ഇതിൽ യുവാവ്? ഏത് യുവാവിനാണ് പ്രാതിനിധ്യം നൽകിയത് എന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഓരോരുത്തരുടെയും പ്രായവും എന്തൊക്കെയാണ് അവരുടെ ക്വാളിറ്റി, അതായത് മികച്ച സ്ഥാനാർത്ഥികളാണെന്ന CPM-ന്റെ വാദം, അത് നിലനിൽക്കുമ്പോഴും എന്തൊക്കെയാണ് അവരുടെ ക്വാളിറ്റി എന്നത് നമുക്ക് ചിന്തിച്ചു നോക്കേണ്ട കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഏതായാലും ഒന്ന് പ്രായം സംബന്ധിച്ച കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. അതിനുശേഷം അവരുടെയൊക്കെ ക്വാളിറ്റി സംബന്ധിച്ച കാര്യങ്ങളും പറയാം. പ്രായം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തോമസ് ഐസക് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ്. തോമസ് ഐസക് അവിടെ ചെന്നാൽ അവിടെ നിന്ന് എല്ലാവരും ഓടിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നേരത്തെ PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും അതൊന്നും കാര്യമാക്കാതെ തോമസ് ഐസക് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. തോമസ് ഐസക്കിന് 72 വയസ്സാണുള്ളത്. തോമസ് ഐസക്കിന്റെ യുവത്വത്തിന് ഇപ്പോൾ 72 എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, കാസർഗോഡ് ബാലകൃഷ്ണൻ 80 വയസ്സ്, കൊല്ലം മുകേഷിന് 67 വയസ്സ്, കോഴിക്കോട് എളമരം കരീം 71 വയസ്സ്, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ 78 വയസ്സ്, വടകര KK ശൈലജ 68 വയസ്സ്, ചാലക്കുടി രവീന്ദ്രനാഥ് 61 വയസ്സ്, പൊന്നാനി KS റംസ 66 വയസ്സ്, ആലത്തൂർ K രാധാകൃഷ്ണൻ 61 വയസ്സ്, പാലക്കാട് വിജയരാഘവൻ 67 വയസ്സ്, ആലപ്പുഴ AM ആരിഫ് 61 വയസ്സ്, വയനാട് ആലി രാജ 71 വയസ്സ്. ഇവരെല്ലാം യുവാക്കളാണ് MV ഗോവിന്ദന്റെ കണ്ണിൽ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പല MLA-മാരെയും ഒക്കെ അവർ രാജിവെപ്പിച്ച് മത്സരിപ്പിക്കാനോ അല്ലെങ്കിൽ ജയിച്ചാൽ രാജിവെക്കാനോ ഒക്കെയുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി ഉണ്ട് എന്ന് സംശയലേശമിനെ പറയാം. എന്നാൽ പരാജയ ഭീതി നിലനിൽക്കുമ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തതും പ്രതിപക്ഷത്തെ ഐക്യമില്ലായ്മയും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന സംശയം പോലുമുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ വലിയ വിജയം കോൺഗ്രസിനുണ്ടായി, UDF-നുണ്ടായി. അതിന് കാരണം ശബരിമല സമരവും ഒക്കെ തന്നെയായിരുന്നു. BJP ഒരു ഓൾട്ടർനേറ്റീവ് അല്ലാതെ ജനങ്ങളുടെ തിരിച്ചറിവിൽ കോൺഗ്രസിന് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്തു. കോൺഗ്രസ് ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് മേലനങ്ങിയില്ലെങ്കിലും അതിന്റെ ഗുണമുണ്ടായത്, വലിയ രീതിയിൽ പണിയെടുത്ത BJP-ക്കാർക്ക് അത് ഗുണമുണ്ടായില്ലെങ്കിലും അതിന് ഗുണമുണ്ടായത് കോൺഗ്രസ്സുകാർക്കാണ്. ഏതായാലും ഇത്തവണ അതെന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ 5 വർഷം പാട്ടുപാടി രസിച്ച് നടക്കുകയായിരുന്നു പല നേതാക്കന്മാരും. നമുക്കറിയാം, പ്രതാപം പറഞ്ഞത് ഞാൻ കൈ ചൂണ്ടി നരേന്ദ്രമോദിയോട് പാർലമെന്റിൽ ചോദ്യം ചോദിച്ചു എന്നാണ്. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുക എന്നാണ് MP-മാരുടെ ചുമതല. അവിടെ നരേന്ദ്രമോദിയോട് കൈ ചൂണ്ടി ചോദിച്ചു എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ നാഥനായ ആളോട് ഇപ്പൊ നമുക്ക് നിയമസഭയിലാവുമ്പോ, മുഖ്യമന്ത്രി പാർലമെന്റിലാവുമ്പോ പ്രധാനമന്ത്രി അവിടെ നിന്ന് ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അത് വലിയ ക്രെഡിറ്റായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ചിലർ ആദ്യകാലത്ത് രമ്യ അവിടെ ചെല്ലുമ്പോ പിച്ചിനുള്ളി മാന്തി എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് അതങ്ങ് ഒതുങ്ങി. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് MP-മാരുടെയും ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ എത്രത്തോളം കോൺഗ്രസ് MP-മാർ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പണിയെടുത്തിട്ടുണ്ട്, ആരൊക്കെ ഈ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചർച്ചാ വിഷയമാവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തോടെ വീണ്ടും ഈ നേതാക്കന്മാരെല്ലാം വീണ്ടും പൊതുരംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇനി CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരുടെ ഗുണങ്ങൾ, അവരെല്ലാം വളരെ പ്രഗത്ഭരാണ്, പലതരത്തിലുള്ള ഗുണങ്ങളുള്ളവരാണ്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഗുണങ്ങളെന്നും നമുക്ക് നോക്കാം. അതായത് പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന മാസപ്പടി വിവാദമുണ്ട്. ഈ വിവാദത്തിലെ കരിമിനൽ കർത്ത നമ്മൾ കുറെ വർഷങ്ങളായി സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ്. ഈ കരിമിനൽ കർത്തയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധമൊക്കെ പുറത്തു വന്നതാണ്. മകളുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ എല്ലാവരും ആരോപണ നിഴലിലും അന്വേഷണ നിഴലിലും ഒക്കെയാണ്. അപ്പോൾ കരിമിനൽ കർത്തയുടെ അളിയനാണ് ചാലക്കുടിയിൽ മത്സരിക്കുന്ന രവീന്ദ്രൻ. അദ്ദേഹം പ്രൊഫസറാണ്. രവീന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ അഴിമതിയോ മറ്റൊന്നും നമുക്ക് പറയാനില്ല. എങ്കിൽ പോലും കർത്തയ്ക്ക് വേണ്ടിയാണോ ഇദ്ദേഹത്തെ രണ്ടാമത് തവണയും സ്ഥാനാർത്ഥിയാക്കുന്ന സംശയമൊക്കെ ഉയരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യമായ അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ല. കർത്തയുടെ അളിയനാണ് എന്നതല്ലാതെ അദ്ദേഹം പൊതുരംഗത്ത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. എന്നാൽ അടുത്തത് ED വിളിച്ചിട്ടും മുങ്ങി നടക്കുന്ന നമ്മുടെ കയറുവിരി ശാസ്ത്രജ്ഞനാണ് ഇപ്പോ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. ED പലതവണ വിളിച്ചിട്ടും പേടിച്ചു പോകാതെ
കിഫ്ബി തന്റെ പദ്ധതിയായിട്ട് പോലും കിഫ്ബിയുടെ പണം സർക്കാരിൽ ഈടാക്കരുതെന്നൊക്കെ പറഞ്ഞ് കിഫ്ബിയും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന നമ്മുടെ തോമസ് ഐസക്കാണ്, ശാസ്ത്രജ്ഞ എന്ന ലേബലിലൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. തോമസ് ഐസക്കാണ് പ്രതി. തോമസ് ഐസക് പ്രതിയായ കേസ് നടത്തുന്ന അതിൽ അന്വേഷണം നടത്താൻ പോലും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പോലും പോകാതെ മുങ്ങി നടക്കുകയാണ്. അടുത്തത് അന്തസ് വേണമെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാത്രിയിൽ ഒരാൾ വിളിക്കുന്ന ഒരു ഓഡിയോ ഒരു ജനപ്രതിനിധിയെ നമ്മൾ കേട്ടതാണ്. MLA ആയിരിക്കുമ്പോൾ ഒരു സിനിമാക്കാരനെ വിളിച്ചപ്പോൾ ആ ഭാഷ എനിക്കിവിടെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ആ ഭാഷ ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ടും അത് എന്താണ് അന്തസ് വേണമെടാ എന്ന് പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി പൂരിപ്പിച്ചോളൂ. ആ ഭാഷ ഞാൻ പറയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ജനപ്രതിനിധി അവിടെ ആവശ്യത്തിന് വിളിച്ച ഒരാളോട് സംസാരിച്ച ഒരു ജനപ്രതിനിധിയാണ് കൊല്ലത്ത് മത്സരിക്കുന്ന മുകേഷ്. മുകേഷിനെ സംബന്ധിച്ച് നമുക്കറിയാം, പല രീതിയിലുള്ള ചെറിയ കുട്ടികളോട് അടക്കം തട്ടിക്കയറുന്ന ഓഡിയോകളൊക്കെ പുറത്തു വന്നതാണ്. ഏതായാലും മുകേഷ് എന്ത് ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ, അല്ലെങ്കിൽ എന്താണ് മുകേഷിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഇവർക്ക് അറിയുന്ന കാര്യമാണ്. പിന്നീട് മത്സരിക്കുന്നത് TPA 51 വെട്ടിക്കൊന്ന കുഞ്ഞനന്തൻ എന്ന ആളെ, അതായത് അദ്ദേഹമായിരുന്നു ലോകസമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ടീച്ചറമ്മ, അതായത് KK ശൈലജ. KK ശൈലജയെ സത്യത്തിൽ CPM ഒതുക്കാൻ ചെയ്ത പണിയാണ്. അവിടെ ചെന്ന ശൈലജയ്ക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല. രമയാണെങ്കിൽ കൃത്യമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വടകരയിലെങ്ങാനും തോറ്റുപോയാലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വടകരയിൽ തോറ്റാൽ പിന്നെ വീട്ടിലിരുത്താനുള്ള ശ്രമമാണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ഒരു ഭരണം കൂടി വന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം KK ശൈലജ ഒതുക്കിയേ മതിയാവും. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഒരു പ്രധാന നേതാവായി അവർ ഉയർന്നു വരുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ മത്സരിപ്പിച്ചത്.